മനസ്സുറക്കുമോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ബാബു KPയുടെ ഭാര്യ ഷാരനാണ്. ഷാരനെയും ഈ നാളുകളിൽ ദൈവം ശക്തമായി തന്റെ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും ലോകത്തിന്റെ പല രാജ്യങ്ങളിലും താൻ കർത്താവിന്റെ ഒരു സാക്ഷിയായി സഞ്ചരിക്കുകയും ദൈവത്തിന്റെ വേല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെയധികം അനുഭവ സമ്പത്തുക്കളുടെ ഉടമയാണ് ഷാരൻ. ഇനിയുള്ള ചില എപ്പിസോഡുകൾ തന്റെ അനുഭവങ്ങൾ, വളരെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള തന്റെ അനുഭവങ്ങൾ നാം ഇവിടെ ഈ എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും. ഇനി ഷാരൻ തന്നെ തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. എന്റെ പേര് ഷാരൻ എന്നാണ്. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ട് വിശ്വാസത്തിൽ നിന്നാണ് വന്നത്. എന്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് മുണ്ടിപ്പള്ളി എന്ന ദേശത്താണ്. ഞങ്ങൾ 2 പേരാണ്. ഞാൻ അതിൽ മൂത്തയാളാണ്. ചെറുപ്പം മുതലേ ഞങ്ങളുടെ വീട്ടിൽ വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്. എന്നാൽ ഇതിൽ കവിഞ്ഞ് യാതൊന്നുമില്ലായിരുന്നു. എന്റെ കർത്താവിനെ ഇത്രയധികം അറിയണമെന്നും യേശുവിനോട് ഇത്രയധികം ഒരു നല്ല ബന്ധം വേണമെന്നും സത്യമായി എനിക്കറിയില്ലായിരുന്നു. എന്നാൽ എന്റെ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവ് വചനത്തിൽ ഉറങ്ങിക്കിടക്കുക മാത്രമല്ല, എന്റെ ദൈവം ഉണർന്നിരിക്കുന്ന ഒരു കർത്താവ്. അവൻ ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ഒരുപോലെ മധ്യസ്ഥ ചെയ്യുകയും കർത്താവ് തന്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ആരാധനയിൽ, അവരുടെ പ്രാർത്ഥനയിൽ, സ്തുതികളിലൊക്കെ പ്രസാദിക്കുന്ന ഒരു യേശുവാണെന്നും എനിക്ക് എന്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ശരി. അപ്പൊ മോള് ഏത് സമയത്താണ് യേശുവിനെ കണ്ടുമുട്ടുകയൊക്കെ ചെയ്യുന്നത്? എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു? കർത്താവിനെ ഞാൻ ചെറുപ്പത്തിലെ രക്ഷിതാവായി സ്വീകരിച്ചതായിരുന്നു. എന്നാൽ ആ രക്ഷയല്ല യഥാർത്ഥ രക്ഷ. എന്റെ കർത്താവിനെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ പള്ളികളിൽ പോകുമ്പോൾ ഒരു പ്രാവശ്യം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അല്ലെ അടുത്ത വർഷവും ഇതൊക്കെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ അനുഭവത്തിൽ കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എന്റെ ദൈവത്തെ ഒരിക്കലേ രക്ഷിതാവായി സ്വീകരിക്കത്തുള്ളൂ. അത് ചെയ്താൽ മരണം വരെ നമ്മൾ അത് കർത്താവിന് വേണ്ടി വിശ്വസ്തയായിട്ട് ജീവിക്കണമെന്നും എന്റെ ഈ അനുഭവത്തിൽ കൂടിയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഒരു ആഴമായ അനുഭവത്തിലേക്ക് വന്നു. തീർച്ചയായും ഇവിടെ ഷാരൻ പറയുന്നത്, നമ്മൾ അനേകം നല്ല ക്രിസ്ത്യ കുടുംബത്തിലൊക്കെ ജനിച്ചു വളരുമ്പോൾ എല്ലാ വർഷവും VBS ഉണ്ട്, അല്ലെങ്കിൽ സൺഡേ സ്കൂളുണ്ട്. അവിടെയൊക്കെ പോകുമ്പോൾ കുട്ടികൾ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാറുണ്ട്. പിന്നെയും എല്ലാ വർഷവും അത് ആവർത്തിക്കും. എന്നാൽ ജീവിതത്തിൽ വലിയ രൂപാന്തരം പലപ്പോഴും കാണാറില്ല എന്നാണ് ഇവിടെ തന്റെ അനുഭവത്തിൽ താൻ പറഞ്ഞത്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി ജനിക്കുമ്പോൾ എങ്ങനെ ഒരു വ്യക്തി ലോകത്തിലേക്ക് ജനിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരു ജനനം, അത് പിന്നെ ജനിച്ചുകൊണ്ടേ ഇരിക്കുകയല്ല, ഒരു സമയത്ത്, ഇന്ന സമയത്ത് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പുതിയതായി ജനിക്കുക. ആ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറമോട്ടില്ല, പിന്നെ മുമ്പോട്ട് ആഴങ്ങളിലേക്ക് വളർച്ച പ്രാപിച്ച് ക്രിസ്തുവാകുന്ന തലയോളം വളരുന്ന അവസ്ഥ പറഞ്ഞതുപോലെ. ആ സമയത്താണ് എനിക്ക് എന്റെ +2 വിദ്യാഭ്യാസ കാലത്ത് എനിക്ക് തലവേദന അനുഭവപ്പെടാറുണ്ടായിരുന്നു. എന്നാൽ ആദ്യമൊന്നും ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഏതൊരു പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നൊരു വേദനയായിട്ട് ഞാൻ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ക്രമേണ എന്റെ വിദ്യാഭ്യാസത്തിന് പോലും ഒരു തടസ്സമായി വേദന നിന്നു. എനിക്ക് പഠിക്കുവാനോ, എനിക്ക് കൂടുതൽ നേരം പ്രാർത്ഥിക്കുവാനോ, എനിക്ക് പള്ളിയിൽ പോകാനോ ഒന്നും എനിക്ക് സാധിച്ചിരുന്നില്ല. അങ്ങനെ അടുത്തുള്ള ഹോസ്പിറ്റലൊക്കെ പോയി അതിനുള്ള മെഡിസിനൊക്കെ മേടിച്ച് വീട്ടിൽ വരുമായിരുന്നു. എന്നാൽ ഈ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം തീർത്തും ഈ വേദന എനിക്ക് മനസ്സിലായി, ഒരു ഗുളിക കൊണ്ട് മാറുന്നതല്ല. എത്രയും വേഗം ഒരു നല്ല ഒരു ഹോസ്പിറ്റലിൽ പോയി ഒരു ഡോക്ടറിനെ കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ വേദന കൂടിയ സമയത്ത് എന്റെ പപ്പയുടെ ജ്യേഷ്ഠ സഹോദരൻ എറണാകുളത്തുള്ള ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, ന്യൂറോ സർജനാണ് അദ്ദേഹം. അവിടെ പോയി ഞങ്ങൾ ഒരുമിച്ച്, എന്നാൽ യാതൊരു പ്രിപ്പറേഷനോ ഒന്നും കൂടിയല്ല പോയത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കുക, ഈ വിവരം ഒന്ന് പറയുക, അത്രമാത്രം. അവിടെ ചെന്നു അദ്ദേഹത്തോട് ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞു. അദ്ദേഹം ഏതൊരു ഡോക്ടറെ പോലെ അദ്ദേഹം പറഞ്ഞു, ഷാരൻ അതൊന്നും പേടിക്കാനില്ല, ഞാനിത് കേട്ടിട്ട് ഒരു മൈഗ്രെയിൻ ആകാനാണ് സാധ്യത, ഞാൻ ഗുളികയുണ്ട്, ആ ഗുളിക തന്ന പെട്ടെന്ന് ആ വേദന അങ്ങ് മാറുമെന്ന് പറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, ഡോക്ടർ വേദന മാത്രമല്ല, എന്റെ ഇടത്ത് വശത്തെ കൈക്ക് തീർത്തും മരയിപ്പാന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് വേദന ശക്തമായിട്ട് കൂടുമ്പോൾ എന്റെ ഒരു വശത്തെ കൈ അനക്കുവാനോ എനിക്കൊന്നും എന്തെങ്കിലും പറയാൻ ഉയർത്തുവാനോ ഒന്നും സാധിച്ചിരുന്നില്ല. ശരിക്കും ഒരു സ്റ്റിഫായി പോകുന്നൊരവസ്ഥ എനിക്കുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ഡോക്ടറിനെ ഓർമ്മപ്പെടുത്തി.
അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞെ, വെറും ഒരു തലവേദനയായിരുന്നെങ്കിൽ ഞാൻ മെഡിസിൻ എന്ന് ഞാൻ പറഞ്ഞു വിടുകയായിരുന്നു. എന്നാൽ നിന്റെ ഇടത്ത് വശത്തെ കൈക്ക് മരയിൽ നീ പറഞ്ഞതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചെക്കപ്പ് നിന്നെ നടത്തണമെന്ന് പറഞ്ഞു. യാതൊരു പ്രിപ്പറേഷനും കൂടി ഒന്നും അല്ല പോയത്. എന്നാലും അദ്ദേഹം നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പിറ്റേ ദിവസം മുതൽ എല്ലാ സ്കാനും സർജറിയും അദ്ദേഹം എനിക്ക് നടത്തി. അദ്ദേഹം എന്റെ കസിൻ ആയതുകൊണ്ട് ഒന്നിനൊരു തടസ്സമില്ലാതെ പെട്ടെന്നെല്ലാം ചെയ്യുവാനിടയിൽ. അങ്ങനെ MRI, CT, CD സ്കാൻ, ECG, EEG മുതൽ എല്ലാ മോഡേൺ സ്കാനുകളും എന്റെ ശരീരത്തിൽ അവർ ചെയ്തു. ഈ സമയത്തൊക്കെയും എന്റെ മാതാപിതാക്കൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുവാനിടയിൽ. അവർക്ക് എന്നെ എന്ന് പറഞ്ഞാൽ വളരെയധികം ജീവനായിരുന്നു. ഒരിക്കലും തന്നെ കുഞ്ഞ് ഈ ഒരു അവസ്ഥയിൽ അവര് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചെടുക്കാറുണ്ടായിരുന്നു. പെട്ടെന്നായിരുന്നു ആ കാര്യങ്ങളെല്ലാം. പക്ഷെങ്കിൽ അവർ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടുകൂടി. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, CSI ബാക്ക്ഗ്രൗണ്ട് വിശ്വാസമായിരുന്നുകൊണ്ട് വേറെ മധ്യസ്ഥനൊന്നും ഇല്ലായിരുന്നു, യേശു മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ വേറൊരു വിശ്വാസവും അവർക്കില്ലായിരുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞിന് എന്താണ് ഇങ്ങനെ രോഗം, എന്റെ ദൈവം ഒരു സൗഖ്യം കൊടുക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, നീ കണ്ടല്ലോ എന്റെ വേദന, എന്റെ രോഗം നീ അറിഞ്ഞല്ലോ. എനിക്ക് കർത്താവേ, ഇവരെ നോക്കുമ്പോൾ ഇത്രയും സ്കാൻ അവർ ചെയ്തപ്പോൾ എന്തിനെങ്കിലും ഒരു രോഗം എനിക്ക് കണ്ടുപിടിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചു ദൈവത്തോട്. പക്ഷെ രണ്ട് കാര്യമായിരുന്നു. അപ്പോഴേ ചികിത്സിച്ച് സൗഖ്യം കിട്ടത്തുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഈ സമയത്ത് ഡോക്ടർ പെട്ടെന്ന് തന്നെ, അദ്ദേഹം കസിനായതുകൊണ്ട് റിപ്പോർട്ടൊക്കെ പെട്ടെന്ന് തന്നെ വന്നു. ഞങ്ങൾ വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുഖത്ത്. എന്നാൽ അദ്ദേഹം വന്ന് ഓരോ റിപ്പോർട്ട് മറിച്ചു നോക്കി ഈ ഒരു വാക്ക് എന്നോട് പറഞ്ഞു, ഷാരൻ, യു ആർ എ ലക്കി ഗേൾ, നത്തിങ് ടു വെറി, ബിക്കോസ് നിനക്ക് ഒരു അസുഖവും ഞാനത് കാണുന്നില്ല. MRI എടുത്തു, CT എടുത്തു, CD എടുത്തു, എല്ലാ സ്കാനും ചെയ്തിട്ട് നിനക്ക് കംപ്ലീറ്റ്ലി ഹീൽഡ് ആണ്, നോർമൽ എന്ന റിപ്പോർട്ടാണ് ഇവിടെ വന്നത്. ഞാൻ വളരെയധികം പേടിച്ചിരുന്നു. എന്റെ കൈക്ക് മരയിപ്പുള്ളത് കൊണ്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കുമോ, വേറെന്തെങ്കിലും ആയിരിക്കും, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ യാതൊരു അസുഖവുമില്ല. ഞാൻ 1 മാസത്തെ ഗുളിക തരം, ഇത് കഴിച്ച് സന്തോഷമായിട്ട് നീ വീട്ടിൽ പോകാൻ. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ മൂളി കേട്ടുവെങ്കിലും ഒരു നല്ലൊരു ആശ്വാസം എനിക്ക് തന്നില്ല. എന്നാലും ഞാൻ ഓർത്തു, സാരമില്ല, ഒരു കുഴപ്പവുമില്ലായിരിക്കാം, ഗുളിക കഴിച്ച് മാറാമെന്ന് വിചാരിച്ച് ഞാനും എന്റെ പേരൻസ് കൂടി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. എന്നിട്ട് ആ മടങ്ങുന്ന സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നു. ആദ്യത്തെ 1 ദിവസം 2 ദിവസമൊക്കെ ഗുളിക കഴിച്ചു, ആഹാരം കഴിക്കുന്ന സമയത്തിന് എല്ലാം കൃത്യമായിട്ട് നടന്നു പോകുന്നു. എന്നാൽ 1-2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ഗുളികൾക്കൊന്നും യാതൊരു ആശ്വാസമോ എന്റെ രോഗത്തിന് ഒരു സൗഖ്യമോ തരുവാൻ കഴിയുകയില്ല എന്ന്. ശക്തമായ വേദനയായിരുന്നു. തീർച്ചയായിട്ടും ആ വേദനയുടെ അളവ് എനിക്ക് ഇപ്പോഴും പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം തലയാകെ, എന്റെ തലയിൽ ഓരോ ഞരമ്പുകളും വലിച്ചു മുറുക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ വേദന നന്നായിട്ട് കൂടുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം, എന്റെ തല ഞാൻ ഭിത്തിക്കിട്ട് ഇടിപ്പിക്കുമായിരുന്നു. അപ്പൊ മമ്മി പപ്പ കാണുമ്പോൾ ഓടി വന്ന് പിടിക്കും, കുഞ്ഞു നീ എന്താ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത്, എനിക്ക് ഈ വേദന മറ്റുള്ളവരോട് പറയുവാൻ വയ്യ. ഈ രോഗത്തിന്റെ അളവ് ഒരു മനുഷ്യനോട് പോലും എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അതുപോലെ ഞാൻ വേദന ഞാൻ അനുഭവിച്ചു. ക്രമേണ എനിക്ക് മനസ്സിലായി, എനിക്കൊരു സൗഖ്യമോ ഇതിനൊരു ആശ്വാസമോ തരുവാൻ ഈ ഒരു മെഡിസിനും കഴിയില്ല, ഈ ഗുളികൾക്ക് കഴിയില്ലെന്ന് എനിക്ക് ഉത്തമ ബോധ്യമായി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയിലേക്ക് തിരിയുവാനിടയായി. കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, യേശുവേ, നീ അറിയുന്നുണ്ടല്ലോ എന്റെ വേദന, എനിക്കിത് സഹിക്കുവാൻ വയ്യ, എന്റെ കർത്താവെ, നീ എനിക്കൊരു സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് വാസ്തവമായി അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സൗഖ്യമുണ്ട്. യേശു എങ്ങനെ ഇറങ്ങി വന്നൊരു സൗഖ്യം തരുമെന്ന് എന്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ എന്റെ ഒരു വിശ്വാസം, ഒരുപക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതായിരിക്കാം, അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, ആ വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ ദിവസം ബന്ധുക്കളൊക്കെ കാണുവാനിടയെ ചിലര് കണ്ടു ആശ്വാസം പറഞ്ഞു പോകുന്നു. എന്നാൽ ആരും എന്നെ ഒരു വേദനയുടെ ഒരു വാക്കൊന്നും ആ സമയം മുറിവേൽപ്പിച്ചു. തന്നെയായി. ഞാൻ ആ സമയത്ത് കിടന്നില്ല, ഞാൻ എഴുന്നേൽക്കൊക്കെ നടക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. എന്നാൽ 1 മാസം കഴിഞ്ഞ് എനിക്ക് എഴുന്നേൽക്കുവാനോ എഴുന്നേറ്റ് എന്റെ കാര്യം ചെയ്യുവാൻ, എന്റെ പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കുവാൻ എനിക്ക് കഴിവില്ലായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയിലായി എനിക്ക്. അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ എഴുന്നേറ്റു. ഇപ്പൊ ഞാൻ സാധാരണ എന്നും എനിക്ക് വേദനയാണ്. എന്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങൾ അവരടുത്ത് സ്റ്റഡീസിന് പോകുന്നു, എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ കർത്താവേ എന്നൊരു വിഷമമുണ്ട്. എന്നാലും എന്റെ ഈ രോഗം മാറിയാൽ എനിക്ക് പോകാൻ പറ്റും എന്നൊരു പ്രത്യാശയും എനിക്കുണ്ടായിരുന്നു. എന്നാൽ രാവിലെയായി മമ്മി എന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി സന്തോഷത്തോടെ. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലായി, കർത്താവേ, നീ എനിക്കൊരു സൗഖ്യം തന്നേ പറ്റുള്ളൂ.
എന്റെ വെറും ഒരു തലവേദന അല്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ മോക്ക് മനസ്സിലായി ഡോക്ടർമാരൊന്നും നോക്കിയിട്ട് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ദൈവം വിടുവിച്ചാലേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിലായി. അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് ഒരു തുമ്മൽ അനുഭവപ്പെട്ടു. സാധാരണ ആള് ഒരു തുമ്മൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ അതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നില്ല. തുമ്മൽ അനുഭവപ്പെട്ടു. എന്നാൽ ശക്തമായിട്ട് ഒന്നുമല്ല ഞാൻ തുമ്മൽ കഴിഞ്ഞ് എന്റെ കൈ നോക്കിയപ്പോൾ എന്റെ കൈ നിറച്ച് ബ്ലഡ് ഞാൻ കണ്ടു. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി. എവിടെ നിന്നാണ് ഈ ബ്ലഡ്? എനിക്ക് അറിയത്തില്ല. ഞാൻ അത്ര വലിയ തുമ്മലല്ലായിരുന്നു ഞാൻ തുമ്മിയെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു, മമ്മി എന്റെ കൈ കണ്ടോ? ഞാൻ തുമ്മിയപ്പോ എനിക്ക് കയ്യിലോട്ട് വന്ന ബ്ലഡായെന്ന് പറഞ്ഞു. വീട്ടിൽ അമ്മ പറഞ്ഞു, കുഞ്ഞി അത് സാരമില്ല, ചിലപ്പോൾ നീ ശക്തമായിട്ട് തുമ്മിയപ്പോൾ മൂക്കുമല്ല അകമല്ല മുറിഞ്ഞു വന്നതായിരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അന്നേ ദിവസം 8 പ്രാവശ്യം ഇതുപോലെ എന്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരാൻ തുടങ്ങി. ഞാൻ ആകെ പേടിച്ചു പോയി. കാരണം എന്താണെന്ന് അറിയത്തില്ല, രോഗം പോലും എന്താണെന്ന് അറിയത്തില്ല. ഞാൻ മൈഗ്രെയിൻ ആയിരിക്കാമെന്ന് പ്രത്യാശിച്ചിരിക്കുക. എന്നാൽ ഈ ബ്ലഡ് വന്നപ്പോൾ തന്നെ എന്റെ കൺട്രോൾ വിട്ടു. കർത്താവേ, ഇത് എന്ത് രോഗമോ ഈ മൂക്കിൽ കൂടി ഇത്രയധികം ബ്ലഡ് വരാൻ, ഞാൻ എനിക്ക് എന്ത് അസുഖമായെന്ന് ഒരു ചിന്ത എന്നെ ഭരിച്ചു. ആ സമയത്ത് വീട്ടുകാരെന്നോട് പറഞ്ഞു, നീ പേടിക്കേണ്ടെന്ന് അവർ നിരന്തരമായി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ ബ്ലഡ് കണ്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനിടയായി. അങ്ങനെ അടുത്തുള്ള മുത്തൂറ്റ് മെഡിക്കൽ സെന്റർ കോഴഞ്ചേരിയിലുള്ള എന്നെ കൊണ്ടുപോകാനിടയായി. അവിടെ ചെന്നു, ഡോക്ടറിനെ കാണിച്ചു. ഈ ഒരു ENT ആണ് ആദ്യം കാണിച്ചത്. അദ്ദേഹം എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഷാർ, നീ പേടിക്കണം, ഈ മൂക്കിൽ കൂടെ ബ്ലഡ് ചിലപ്പം സൈനസൈറ്റിസ് ഉള്ള ആളുകൾക്ക്, കഫക്കെട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ വരും. നീ അതുകൊണ്ടായിരിക്കാം, നീ മൈഗ്രെയിൻ പ്ലസ് ഇതുകൂടെ കാണുമായിരിക്കാം എന്നോട് പറഞ്ഞു. എന്നാൽ ഉറപ്പില്ല എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ സ്കാനും ടെസ്റ്റും എല്ലാം നമുക്ക് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് ഇതെല്ലാം ഞാൻ വീണ്ടും കണ്ടിന്യൂ ഞാൻ ചെയ്യുവാനിടയും. ഈ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇത് നോക്കുമ്പോൾ എനിക്കൊരു പൂർണ്ണ സൗഖ്യം കർത്താവെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും. എന്നാലും കർത്താവെ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതിനകത്ത് എന്തെങ്കിലും രോഗം ഇവർ കണ്ടുപിടിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നാൽ എന്റെ പേരൻസ് മറിച്ചും പ്രാർത്ഥിച്ചു, ദൈവമേ, ഒന്നും കാണരുത്, ഒരു കുഞ്ഞിന് ഒരു വലിയ രോഗത്തിന്റെ പേര് പോലും കേൾക്കാൻ ഇടയാകരുത് എന്ന് മറിച്ച് അവരും പ്രാർത്ഥിക്കുവാനുണ്ട്. അങ്ങനെ ആ റിപ്പോർട്ടും വന്നു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടില്ല. കാരണം അത് തികച്ചും നോർമൽ എന്ന റിപ്പോർട്ടായിരുന്നു വന്നത്. ഡോക്ടർ എന്നെ തോളിത്തട്ടി ആശ്വസിപ്പിച്ചു, കുഞ്ഞ്, നീ ഒന്നും പേടിക്കേണ്ട, ഒരു അസുഖവും നിനക്കില്ല, നീ ധൈര്യമായിട്ട് വീട്ടിൽ പോ, ഞാനും കുറച്ച് മെഡിസിൻ തരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇന്ന രോഗമായിരിക്കാമെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് എനിക്ക് കുറച്ച് ഗുളിക തന്ന് വീട്ടിലേക്ക് എന്നെ അയച്ചു. അതാണ് ആ സമയത്ത് ഉണ്ടായത്. എന്നാൽ പിന്നെ ഈ വീട്ടിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും അത് നോക്കി, 1 ദിവസം 2 ദിവസം നോക്കി. എനിക്ക് മനസ്സിലായി എന്റെ രോഗത്തിന് ഒരു ആശ്വാസവും ഈ ഗുളികൾക്കും തരുവാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. വേദനയുടെ അളവ് ഓരോ ദിവസം കഴിയുമ്പോൾ അതിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആദ്യ സമയത്ത് കിടന്നുകൊണ്ടാണ് എനിക്കൊന്ന് വചനം വായിക്കാമായിരുന്നു. 91 സങ്കീർത്തനമൊക്കെ ഞാൻ വായിക്കുമായിരുന്നു, വീണ്ടും വീണ്ടും വായിക്കുമായിരുന്നു. കർത്താവ് ഒരു രോഗശക്തി എന്നെ തൊടത്തിൽ, യേശുവിന്റെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രത്യാശയോടെ വായിക്കുമായിരുന്നു. എന്നാൽ പിന്നെ ഓരോ ദിവസം കഴിയുന്നതോറും ബൈബിള് പോലും എന്റെ കൈ പിടിക്കാൻ എനിക്ക് വയ്യ, കൈ വിറച്ച് കാരണം ഇത്രയും സ്ട്രോങ് മെഡിസിൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എനിക്ക് എന്തൊക്കെ ശക്തിയുണ്ടോ അതൊന്നും എനിക്കില്ല. എന്തെങ്കിലും കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു കഴിവും എന്നിലില്ല എന്ന് തന്നെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ എനിക്ക് വന്നു. കൂടുതലായിട്ട് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. കാരണം വേദന പോകുവാണ്ട് അവർ സ്ലീപ്പിംഗ് പിൽസ് അധികം അവർ തന്നിരുന്നു, ഗുളികൾ. ആ ഗുളിക കഴിക്കുമ്പോൾ നല്ല മയക്കം വന്നിരുന്നു. ഇപ്പൊ കൂടുതൽ സമയം ഞാൻ ഉറങ്ങി. അല്ലാത്ത സമയം ഉണർന്നിരിക്കുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥനയോടിരുന്നു, വീട്ടില് പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ തള്ളി നീക്കി. എന്നാൽ എനിക്ക് ആ ദിവസം രാത്രി ഞാൻ കിടന്നതേ ഉള്ളൂ, ഗുളിക കഴിച്ച് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ കിടന്ന ആ ഒരു നിമിഷം എന്റെ കയ്യിൽ ആരോ ശക്തമായിട്ട് അടിക്കുന്ന പോലെ എനിക്ക് തോന്നും. അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ഓർത്തു, എന്റെ പപ്പ മമ്മി ഒരിക്കലും എന്നെ അടിക്കത്തില്ല, അവർ ലൈറ്റിട്ട് എന്നെ വിളിച്ചാണ് എന്നെ ഉണർത്തുന്നത്. ആരായിരിക്കാം എന്നെ ഇങ്ങനെ അടിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ട രൂപം എന്നെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തി. കാരണം ഒരു മനുഷ്യനോട് പോലും പറഞ്ഞാൽ വിശ്വസിക്കാൻ അവർക്ക് പ്രയാസമാണ്. അതുപോലെ ഏകദേശം 12 അടിയോളം പൊക്കമുള്ള ഒരു പൈശാചിക രൂപം, ഒരു മൃഗം എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു. മോളൊക്കെ ശരിക്കും കണ്ണ് തുറന്നു നോക്കി കണ്ടു? തീർച്ചയായിട്ടും കണ്ണ് തുറന്ന് ഞാൻ കണ്ടു. ഞാൻ നോക്കുമ്പോൾ നെഞ്ചിലെ രോമം എന്ന് പറഞ്ഞ